വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സംസാരിക്കാനും കേൾക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളെ സംബന്ധിച്ച് അത് കാണാതെ പഠിക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനൊക്കെ അതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പഠന സംരംഭമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ഈ ഒരു പഠന സംരംഭത്തിൽ നിന്ന് ഉപകാരമെടുക്കുന്നവരായി നാം ഓരോരുത്തരെയും മാറ്റിത്തീർക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദുആഇനെ സംബന്ധിച്ച് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ അധ്യാപനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് വിശദീകരിക്കാതെ ഇൻഷാ അല്ലാഹ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് അത് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം എല്ലാ പ്രാർത്ഥനയും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് കൽപ്പിക്കുക മാത്രമല്ല, അവിടുത്തെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏതൊരു സാഹചര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാതൃകകളായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിശ്ചയിച്ചു കൊടുത്ത അമ്പിയാക്കന്മാർ, ആ അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അവർക്ക് നേരിട്ടപ്പോഴൊക്കെയും അവരോരോരുത്തരും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമായിരുന്നു. അപ്പൊ ഇത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. ഒരു മുസ്ലിം ആകുന്നത്, ഒരു വ്യക്തി അവൻ മുസ്ലിം ആകുന്നത് തന്നെ അവന്റെ പ്രാർത്ഥനകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം ആക്കുമ്പോൾ മാത്രമാണ്. മറ്റാരെയും അള്ളാഹുവിനെ ചോദിക്കുന്നത് പോലെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് അത് വീണ്ടും പ്രാധാന്യം കൊണ്ട് വീണ്ടും ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം വിശദീകരിക്കുന്നില്ല. പിന്നെ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നൽകിയെങ്കിലേ നമ്മൾക്കത് ലഭിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ റബ്ബിലേക്ക് ആവശ്യക്കാരാണ്. ഓരോ കാര്യത്തിലും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ദീനിന്റെ വിഷയമായിക്കോട്ടെ ദുനിയാവിന്റെ വിഷയമായിക്കോട്ടെ, എങ്ങനെയുള്ള ആയിരുന്നാൽ പോലും നമ്മൾ അതിൽ ഓരോ കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ആവശ്യക്കാരാണ്. അള്ളാഹ് പറഞ്ഞില്ലേ, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്തൊക്കെ നിഅമത്തുകൾ ഉണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പൊ എന്തൊരു കാര്യം റബ്ബ് തന്നെങ്കിലേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന ഉറച്ച ബോധ്യം നമുക്ക് വേണ്ടതുണ്ട്. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുന്നതിലൂടെ പ്രകടമാവുകയുമാണ്. പലർക്കും, നമുക്കൊക്കെ ആ ഒരു ബോധ്യമുള്ള ആളുകളാണ്, ഈമാനുള്ള, അള്ളാഹുവിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ബോധ്യമുള്ള ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്, അള്ളാഹു ഒരു കാര്യം കണക്കാക്കിയാൽ മറ്റാരത് തടയാൻ ശ്രമിച്ചാലും അവർക്ക് അത് തടയാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായി ഉറപ്പുള്ള ബോധ്യമുള്ള കാര്യം. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി നോക്കുമ്പോൾ നമ്മൾക്ക് വേണ്ട ഓരോ കാര്യങ്ങളും റബ്ബിനോട് ചോദിക്കുന്നത് നമ്മൾ വളരെയധികം കുറവാണ്. അത് ഞാനും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങളും അള്ളാഹു തന്നെങ്കിലേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന ഉറച്ച ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങളും എത്ര ചെറുതായിക്കോട്ടെ, ദുനിയാവിന്റെ എന്തൊരു കാര്യവും, നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചോദിക്കുന്നത് മാത്രമല്ല, ആ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും, എപ്പോഴും ആ ചോദ്യം നമ്മൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അല്ലെ? നമ്മള് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പടപ്പുകളോട് നമ്മൾ കുറെ വട്ടം ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് വെറുപ്പാവും. ഒന്ന് രണ്ട് വട്ടമൊക്കെ അവർ ചോദിക്കുമ്പോൾ ചെയ്തു തരും. പക്ഷെ കുറെ വട്ടം ആയി കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? അവർക്കൊരു മടുപ്പ് വരും, വെറുപ്പൊക്കെ ആവും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നേരെ തിരിച്ചാണ്. നമ്മൾ അവരോട് ചോദിക്കാതിരുന്നാലാണ് അവൻ നമ്മളെ കോപിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി. ആരാണോ അള്ളാഹുവിനോട് ചോദിക്കാത്തത്, അള്ളാഹു അവന്റെ മേൽ കോപിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നോ, ചോദിച്ചുകൊണ്ടിരിക്കുന്നോ, അത്രത്തോളം അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമാകും. അപ്പൊ നമ്മുടെ ഓരോ കാര്യങ്ങളും, ഇപ്പൊ രാവിലെ നമ്മൾ രാത്രി കിടക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ, സുബഹി ജമാഅത്തിൽ പങ്കെടുക്കാൻ, റബ്ബേ നീ എന്നെ സഹായിക്കണമേ. അതുപോലെ തന്നെ രാവിലെ ജോലിക്ക് ഇറങ്ങുമ്പോൾ, റബ്ബേ ഇന്നത്തെ ജോലി ലാഭകരമായി തീരാനും എൻ്റെ കുടുംബത്തിന് നല്ലൊരു ഹലാലായ സമ്പാദ്യം കൊണ്ടുവന്ന് കൊടുത്ത് അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനും റബ്ബേ നീ എന്നെ സഹായിക്കണം. അങ്ങനെ ഓരോ കാര്യത്തിലും, ഓരോ ചെറുതും വലുതുമായ വിഷയങ്ങളിലും അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് വളരെ നല്ല ക്വാളിറ്റിയാണ്. നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ അള്ളാഹുവിനോട് എത്ര ചെറിയ കാര്യം പോലും ചോദിക്കാറുണ്ട്. എത്രത്തോളം? ഞങ്ങളുടെ ആടുകൾക്ക് വേണ്ട തീറ്റയും ഞങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ട ഉപ്പ് പോലും ഞങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട് എന്ന് സലഫുകൾ പറയാറുണ്ട്. അത്ര ചെറിയ കാര്യങ്ങൾ പോലും അള്ളാഹുവിനോട് ചോദിക്കുക, ആ ചോദ്യം അധികരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന കാര്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ വിഷയത്തിൽ ആമുഖമായി ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾ മറ്റൊരു കാര്യം കൂടെ ആമുഖത്തിൽ പറയാനുള്ളത്, ഒരു വ്യക്തി അവൻ മുസ്ലിം ആണെങ്കിൽ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്നതാണ് അതിന്റെ അടിസ്ഥാനം. ഒരാൾ മുസ്ലിം ആണെങ്കിൽ അവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും എന്നതാണ് അതിന്റെ അടിസ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ അലൽ അർളി മുസ്ലിമുൻ യദ്ഉല്ലാഹ ബിദഅവത്തിൻ ഇല്ലാ ആതാഹുല്ലാഹു ഇയ്യാഹ ഔ സറഫ അൻഹു മിനസ്സൂഇ മിസ്ലഹ. ഭൂമിയുടെ മുകളിൽ ഒരു മുസ്ലിമും ഇല്ല, എങ്ങനെയായിട്ടല്ലാതെ അവൻ അള്ളാഹുനോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവൻ അതിന് ഉത്തരം നൽകിയിട്ടല്ലാതെ, പക്ഷെ ചോദിച്ചത് അള്ളാഹ് നൽകിയിട്ടുണ്ടാവും ഒന്നുകിൽ, അല്ലെങ്കിൽ അവൻ ആ ചോദിച്ച കാര്യത്തിനെ അതേ അളവിൽ നിൽക്കുന്ന മറ്റൊരു ഷർറ് അത് റബ്ബ് അവനിൽ നിന്ന് തട്ടി മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ പല ആളുകളും ചിന്തിക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാറില്ല എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അത് തെറ്റാണ്. അള്ളാഹ് പറഞ്ഞ എന്താ? ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഉറപ്പാണ്. അപ്പൊ ഉത്തരം നൽകില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണം നമുക്ക് ഉത്തരം നൽകുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അള്ളാഹു ഉത്തരം നൽകുക ഈ രണ്ട്, അല്ലെങ്കിൽ ചില ഹദീസുകൾ ഉള്ളതുപോലെ മൂന്ന് അവസ്ഥകളിലായിട്ടാണ്. ശരി, ഈ മൂന്നാലൊരു രൂപത്തിലായിട്ടാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുക. ഒന്നാമത്തത് ആ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ നൽകുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ ആ ചോദിച്ച ഹൈർ അത് എത്ര വലുതാണോ അത്രയും വലിയൊരു ഷർറ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു മാറ്റി അകറ്റി നിർത്തുക എന്നുള്ളതാണ്. ഹൈർ തരാതിരിക്കുന്ന നമുക്ക് ആ ഹൈർ അത് നമുക്കെന്താവൂല, യോജിക്കാത്തത് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ റബ്ബിന്റെ ഹിക്മത്ത് കൊണ്ടായിരിക്കാം. പക്ഷെ ആ ഹൈർ തരാതിരിക്കുമ്പോൾ ഈ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കാതിരിക്കൂല. മറിച്ച് ഈ പ്രാർത്ഥന കാരണത്താൽ എന്ത് ചെയ്യും? ഇതേപോലെ എത്രയും വലിയൊരു ഷർറ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു തടഞ്ഞു നിർത്തും, വരാതെ നോക്കും. മൂന്നാമത്തെ രൂപം എന്നുള്ളത്, ഈ ഒരു പ്രാർത്ഥന അത് റബ്ബ് എന്ത് ചെയ്യും? ആഖിറത്തിൽ നമുക്ക് പ്രതിഫലമായി മാറ്റിവെക്കും. ഈ മൂന്ന് അവസ്ഥകൾ നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും റബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്? നിശ്ചയിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രാർത്ഥന എന്ത് ചെയ്യുന്നില്ല? ഉത്തരം കിട്ടാതെ പാഴായി പോകുന്നില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്.
മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉദുഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പോട്, യഖീനോട് കൂടിയിട്ടാണ്. അപ്പൊ നമ്മൾ ചോദിച്ച കാര്യം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, അതിന്റെ അർത്ഥം എന്തല്ല? നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നില്ല എന്നതല്ല. നമ്മൾ ചോദിച്ച കാര്യം റബ്ബ് തന്നില്ല, അല്ലെങ്കിൽ അത് എളുപ്പമായില്ല എന്നതിന്റെ അർത്ഥം എന്തല്ല? നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നതല്ല, അല്ലെങ്കിൽ റബ്ബ് അത് കേട്ടിട്ടില്ലാന്നോ ഉത്തരം നൽകിയിട്ടില്ലാന്നോ എന്നൊന്നല്ല. മറിച്ച് ഈ മൂന്നാലൊരു അവസ്ഥയിലാണ് നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥനകളും ഈ മൂന്നാലൊരു അവസ്ഥയിലാണ് അത് ആയിത്തീരുക. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം പ്രാർത്ഥനയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ പ്രാർത്ഥന ഉത്തരം നൽകപ്പെടാൻ സഹായകരമാകുന്ന പല കാര്യങ്ങളും ദീനിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ചിലത് മാത്രം പ്രധാനപ്പെട്ടത് വേഗത്തിൽ പറഞ്ഞു പോവാം. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ രണ്ടും ഉയർത്തുക എന്നുള്ളത്. പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ രണ്ടും ഉയർത്തുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീമുൻ യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. പക്ഷെ നിങ്ങളുടെ റബ്ബ് തീർച്ചയായും അങ്ങേയറ്റം ഔദാര്യവാനും അങ്ങേയറ്റം ലജ്ജിക്കുന്നവൻ. എങ്ങനെ ലജ്ജിക്കും? അവന്റെ അടിമ അവനിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ആ കൈകൾ അതിൽ ഒന്നും കൊടുക്കാതെ അതിനെ വെറുതെ വിട്ടേച്ച് കളയുന്നത് റബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്? ലജ്ജിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അത് അള്ളാഹു വെറുതെ എന്താവൂല, ഒന്നും കൊടുക്കാതെ അതിനെ വിട്ട് കളയുകയില്ല, ഒഴിവാക്കി കളയുകയില്ല. അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു ലജ്ജിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. കൈകൾ ഉയർത്തുക എന്നുള്ളത് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ഉത്തരം കിട്ടാൻ പഠിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ കൈകൾ ഉയർത്തുന്നത് എന്ത് ചെയ്യാം? നമ്മുടെ തോളിന്റെ അത്രയും ഉയരത്തിൽ ഉയർത്താം. എന്നുവെച്ചാൽ കൈപ്പത്തികൾ രണ്ടും മുഖത്തോട് അഭിമുഖമായി വരുന്ന രൂപത്തിൽ രണ്ട് കൈകളും തോളിന്റെ അത്രയും ഉയരത്തിൽ ഉയർത്താം. അതുപോലെ തന്നെ വളരെ ഉയരത്തിൽ ചില സന്ദർഭങ്ങൾ, പ്രത്യേക സന്ദർഭങ്ങൾ, അതിൽ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കണില്ല. കൈകൾ ഉയർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സബബാണ്. പിന്നെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഈ കൈകൾ ഉയർത്തി ദുആ ചെയ്യുമ്പോൾ പല ആളുകളും ചെയ്യുന്നൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ നാട്ടിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു കാര്യമാണെന്ത്? കൈകൾ ഉയർത്തി ദുആ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുഖം എന്ത് ചെയ്യും? ആ കൈ കൊണ്ട് തടവുക എന്നുള്ളത്. അത് അങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഹദീസുകളിൽ അല്ലെങ്കിൽ ആയത്തുകളിലോ ഒന്നും അങ്ങനെ ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ധൃതി പിടിക്കാതിരിക്കുക എന്നുള്ളത്. ഒരിക്കലും ധൃതി പിടിക്കരുത്. വെച്ചാൽ ഞാൻ കുറേ പ്രാർത്ഥിച്ചു പക്ഷെ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന മെന്റാലിറ്റി നമുക്ക് വരാൻ പാടില്ല. അത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വിശദീകരിച്ചു. നമ്മുടെ ഓരോ പ്രാർത്ഥനയും റബ്ബിന്റെ അടുക്കൽ ഉത്തരം ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ ചോദിച്ചത് കിട്ടുന്നില്ല എന്നുള്ളത് അത് നമുക്ക് ഹൈർ അല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്കത് അപ്പോൾ കിട്ടാൻ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടാവൂല, അല്ലെങ്കിൽ നമ്മൾ കുറെ പ്രാർത്ഥിക്കുന്ന റബ്ബ് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളുടെ പ്രാർത്ഥന അധികരിക്കാൻ വേണ്ടി നീട്ടിവെക്കുന്നതും, അങ്ങനെ ഒരുപാട് ഹിക്മത്തുകളുണ്ട് അതിന്റെ പിന്നിൽ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നമുക്ക് ആ പ്രാർത്ഥന ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ധൃതി പിടിക്കാൻ, എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നല്ല കാര്യങ്ങളായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. എന്നുവെച്ചാൽ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എളുപ്പം കിട്ടാനോ, അല്ലെങ്കിൽ വാജിബുകൾ നഷ്ടപ്പെടുത്താനോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ രൂപത്തിൽ ഒരു മോശപ്പെട്ട കാര്യങ്ങൾ, തെറ്റായ പ്രവർത്തികൾ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്
അത് ശരിയല്ല, ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രാർത്ഥിക്കുമ്പോൾ പലരും പ്രത്യേകിച്ചും ഇങ്ങനെ കുറേ പ്രാർത്ഥിച്ചത് ഒരു ശീലം, ഒരു ലൈഫ് ടൈം, എന്താ പറയാ, ഒരു ഏഹ്, ഓരോ ദിവസത്തിലെ റൊട്ടീനായി മാറും ചിലർക്ക് പ്രാർത്ഥന എന്നുള്ളത്. പക്ഷെ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ഡെയിലി മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കാത്തൊരവസ്ഥ വരും. ഒരു യാന്ത്രികമായ പ്രവർത്തനമായി മാറും പ്രാർത്ഥന. ഞാൻ എന്താണ് റബ്ബിനോട്, ഇപ്പൊ ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറയാം, സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും വലിയ പ്രാർത്ഥന എന്നുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയിലെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥന. അതുകൊണ്ടാണ് അള്ളാഹു അത് ഒരു ദിവസം ഏറ്റവും മിനിമം 17 തവണ പ്രാർത്ഥിക്കാൻ നിർബന്ധമാക്കിയത്. ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ അത്രയധികം ആവശ്യക്കാരായതുകൊണ്ടാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അല്ലേ, എന്നും നിസ്കരിക്കുന്നുണ്ട്, 5 നേരം, ഒരു ദിവസം 17 റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് ആവർത്തിച്ച് ഇതൊരു യാന്ത്രികമായി മാറി. നമ്മൾ എന്താണ് ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൽ റബ്ബിനോട് നമ്മൾ എന്താണ് ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുകയാണെന്ന് പോലും പലർക്കും അറിയില്ല. ഇതൊരു പ്രാർത്ഥനയാണെന്ന് പോലും പലർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഹൃദയത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ വെറുതെ നാവ് കൊണ്ട് മാത്രം ചലിക്കുന്ന പ്രാർത്ഥന അത് സ്വീകരിക്കപ്പെടൂല. അതെന്ത് ചെയ്യില്ല? സ്വീകരിക്കപ്പെടൂല. അശ്രദ്ധമായ ഹൃദയത്തോടുകൂടെ എന്തോ ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന പോലെ, നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നതിനെ പറ്റി നമുക്ക് ബോധ്യമില്ല. അങ്ങനെ ഒരു പ്രാർത്ഥന എന്ത് ചെയ്യില്ല? അത് സ്വീകരിക്കപ്പെടുകയില്ല. അത് വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, അത് പല ആളുകളും ശ്രദ്ധിക്കാത്ത മറ്റൊരു വിഷയമാണ്. ഒരുപാട് ആളുകൾ അവർക്ക് തെറ്റ് പറ്റിയിട്ടുള്ളൊരു മേഖലയാണ് എന്ത്? സമ്പാദ്യത്തിൽ ഹറാമ് കലരുക എന്നുള്ളത്. സമ്പാദ്യത്തിൽ ഹറാമ് കലരുക എന്നുള്ളത് അത് വളരെ അപകടം പിടിച്ച വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയുടെ സംഭവം നമുക്ക് ഹദീസിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അയാൾ ഒരു വലിയൊരു ദീർഘമായിട്ടുള്ള യാത്രക്കിടയിലാണ്, വളരെയധികം പ്രയാസത്തിലാണ്. അയാളുടെ യാത്രയുടെ കാഠിന്യം കാരണത്താൽ അയാളുടെ എന്ത് ചെയ്തിട്ടുണ്ട്, മുടിയൊക്കെ ജട പിടിച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ അയാൾ അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തിയിട്ട് യാ റബ്ബ്, യാ റബ്ബ്, റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആവർത്തിച്ച് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാളുടെ ഭക്ഷണം ഹറാമാണ്, അയാളുടെ വസ്ത്രം ഹറാമാണ്, അയാൾ ഹറാമ് കഴിച്ചിട്ട് അയാളുടെ ശരീരം പുഷ്ടിച്ചിട്ടുള്ളത്, ശരീരം അത് വളർന്നു വന്നിട്ടുള്ളത് ഹറാമ് ഭക്ഷിച്ചിട്ടാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കെന്ന് പറയൂ, ഫഅന്നാ യുസ്തജാബു ലഹ്, അവൻ എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? അവന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സമ്പാദ്യത്തിൽ, അതിപ്പോ എന്താ പറയാ, സ്ത്രീകളാണെങ്കിൽ ഭർത്താക്കന്മാരുടെ സമ്പാദ്യത്തെ പറ്റി നിങ്ങൾ അന്വേഷിക്കണം, അല്ലേ? സഹാബികൾപ്പെട്ട സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരോട് പറയാറുണ്ട്. സഹാബത്തിലോ താബീങ്ങളിലോ സലഫുകൾപ്പെട്ട മുൻഗാമികൾപ്പെട്ട ആളുകൾ, നല്ലവരായ സ്ത്രീകൾ, അവരുടെ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ അവരോട് പറയാറുണ്ട്, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും, പക്ഷേ നരകത്തിന്റെ ചൂട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കാതിരിക്കാൻ മാത്രം മോശപ്പെട്ടൊരവസ്ഥ ദുനിയാവിൽ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യം. അതുകൊണ്ട് ഹലാലായ, നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കൊണ്ടുവരുന്നത് ഹലാല് മാത്രമായിരിക്കണം, ഹറാമ് കലരാത്തതായിരിക്കണം എന്ന് ഭാര്യമാര് ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോൾ പറഞ്ഞയക്കാറുണ്ട്. ആ ഒരു മെന്റാലിറ്റി നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ വീട്ടുകാരിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് എത്ര കുറവാണ് കിട്ടുന്നത് സമ്പത്തെങ്കിൽ പോലും, പ്രോഫിറ്റ്, കച്ചവടത്തിൽ ലാഭം കിട്ടുന്നത് എത്ര കുറച്ചാണെങ്കിൽ പോലും അതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മെന്റാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ അപകടം നമുക്കാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ,
നമ്മൾ പ്രാർത്ഥനയ്ക്ക് നല്ല നല്ല പ്രാർത്ഥനകൾ, ഇപ്പോൾ ഇത് പഠിക്കുക, നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു സംരംഭത്തിൽ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കൈകൾ ഉയർത്തുന്നുണ്ട്, അതുപോലെ തന്നെ യക്കീനോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്, ധൃതി പിടിക്കുന്നില്ല, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പാലിച്ചു. പക്ഷെ നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കലരുന്നത് കൊണ്ട് ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കാതെ വിട്ടുകളയാണെങ്കിൽ അത് എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്, നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പമാരോട്, സഹോദരന്മാരോട് എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിലേക്ക് ചെലവ് കൊണ്ടുവരുന്നത് ആരാണോ, സമ്പാദിച്ച് കൊണ്ടുവരുന്നത് ആരാണോ, അവരോട് പറയുക, നിങ്ങൾ ചെയ്യുന്ന ജോലി അത് ഹലാലാണോ ഹറാമാണോ, അല്ലെങ്കിൽ അതിൽ ഹറാമ് കലരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താതെ നിങ്ങളുടെ ചെലവ് സമ്പാദ്യം എനിക്ക് വേണ്ടതില്ല എന്ന് അവരോട് തറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കണം. കാരണം പലരും വിചാരിച്ചിട്ടുള്ള പല കച്ചവടങ്ങളും അല്ലെങ്കിൽ പല മേഖലകളും പലർക്കും അറിയില്ല അത് ഹറാമാണെന്നുള്ളത്. ഇപ്പൊ ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറയാം, ഞാൻ വിഷയം അതല്ലെങ്കിലും ഗൗരവം കൊണ്ട് പറയാം. ഇപ്പൊ മിക്ക എന്താ പറയാ കച്ചവട സ്റ്റാളുകളിൽ അല്ലെങ്കിൽ ഷോപ്പുകളിലും ഈ സിഗരറ്റ് പോലത്തെ സംവിധാനങ്ങൾ വിൽക്കുന്നുണ്ടാവും. അത് ചെയ്യുന്ന ആള്, അതിന്റെ ഓണർ ഉപയോഗിക്കുന്നുണ്ടാവില്ല, അയാൾക്ക് അതിന്റെ അപകടം അറിയാം. പക്ഷെ അയാൾ അത് വിൽക്കുമ്പോൾ അയാളുടെ സമ്പാദ്യത്തിൽ ഹറാമ് കലരാം. അതുപോലെ തന്നെ ഇപ്പോ പല പാത്രത്തിന്റെ കടകള്, അതിലൊക്കെ ഈ നിലവിളക്ക് പോലത്തെ, എന്ന് വെച്ചാൽ ഷിർക്കിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ വിൽക്കുക എന്നൊക്കെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലർക്കും അത് അറിയില്ല, അത് അപകടം പിടിച്ചതാണ്, അതൊക്കെ ഹറാമായിട്ടുള്ള ഇനങ്ങളിൽ പെട്ടതാണ് എന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, പഠിച്ചിട്ടേ ചെയ്യാവൂ. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കച്ചവടം ഇതിലൊരു ഹറാമും കലരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടേ നമ്മുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഉപ്പമാരോ സഹോദരന്മാരോ ആ കച്ചവടത്തിലേക്ക് ഇറങ്ങാവും. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെയും ചില കാര്യങ്ങളുണ്ട്, അതിൽ പ്രധാനപ്പെട്ടത് വേഗത്തിൽ പറയാം. ഒരുപാട് വിഷയങ്ങളുണ്ട്, പ്രധാനപ്പെട്ടത് വേഗത്തിൽ ചുരുക്കി പറയാം. അതിലൊന്ന്, നമ്മുടെ കാര്യം, നമ്മൾ എന്താണോ റബ്ബിനോട് ആവശ്യപ്പെടുന്നത്, നമ്മുടെ ആവശ്യം എന്താണോ അത് ചോദിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ആദ്യം തന്നെ കൈകൾ ഉയർത്തി നമ്മുടെ കാര്യം ചോദിക്കാതെ റബ്ബിനെ പുകഴ്ത്തുക എന്നുള്ളത്, അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത്, അത് വളരെ നമ്മുടെ പ്രാർത്ഥന ഉത്തരം കിട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആവശ്യം നമ്മൾ റബ്ബിന്റെ മുന്നിൽ ചോദിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, റബ്ബിനെ പറ്റി പുകഴ്ത്തുക, അവന്റെ വിശേഷണങ്ങൾ എടുത്തു പറയാ, അല്ലെങ്കിൽ അവന്റെ നല്ല നാമങ്ങൾ എടുത്തു പറയാ, അല്ലെങ്കിൽ അവനെ ഹംദ് ചെയ്യുക, അല്ലെങ്കിൽ തസ്ബീഹ് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു കാര്യം എന്നുള്ളത്, അള്ളാഹുവിനെ പുകഴ്ത്തി കൊണ്ട് തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം, ഈ ഹംദ് അല്ലെങ്കിൽ അള്ളാഹുവിനെ പുകഴ്ത്തി കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളുടെ പ്രാർത്ഥന അതെന്ത് ചെയ്യില്ല, അള്ളാഹുലേക്ക് ഉയരുകയില്ല ഏതുവരേക്കും, ആ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് അവൻ സ്വലാത്ത് ചൊല്ലുന്നത് വരേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവമാണ്, ഒരു ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. അതായത് ഒരു സഹാബി എന്ത് ചെയ്യുന്നുണ്ട്, അയാള് എന്താ പറയാ, നിത്യം ഒരു ഡെയിലി റൊട്ടീൻ ഉണ്ട് അയാൾക്ക് പ്രാർത്ഥിക്കാൻ. ഇത്ര സമയം ഇന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും എന്നൊരു കൃത്യമായിട്ടൊരു ഒരു ഡെയിലി ഒരു പ്ലാൻ അയാൾക്കുണ്ട്, ഒരു സഹാബിക്ക്. ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഇങ്ങനെയൊക്കെ രീതികളുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോ ഈ പ്രാർത്ഥനയിൽ ഞാൻ ആ പ്രാർത്ഥനയുടെ പകുതി സമയം താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഉപയോഗിക്കട്ടെയോ? ഈ പ്രാർത്ഥനയുടെ പകുതി സമയം എന്ന് വെച്ചാൽ ഒരു മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിന്റെ പകുതി സമയം റസൂലെ ഞാൻ താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ ഇനിയും വർദ്ധിപ്പിച്ചാൽ അതാണ് കൂടുതൽ ഹൈർ എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ച് അവസാനം എവിടം വരുത്തി? അവസാനം സ്വഹാബി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങനെയാണെങ്കിൽ ഞാൻ
എന്റെ പ്രാർത്ഥിക്കാനുള്ള ആ സമയം മുഴുവൻ താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെയോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? അങ്ങനെ ചെയ്താൽ ഇദൻ തുക്ഫ ഹമ്മുക് വയുഗ്ഫർ ദബ്ബുക്. നീ അങ്ങനെ ചെയ്താൽ നിനക്ക് എന്താണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ആവശ്യം എന്താണോ അത് നിനക്ക് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. അതിനെ കൂടാതെ നിന്റെ തെറ്റുകൾ നിനക്ക് പൊറുപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വെച്ചാൽ സ്വലാത്ത് എന്നുള്ള അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ മറ്റ് ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ സ്വലാത്തിന് മുന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്തു തരണമേ, നീ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നീ എനിക്ക് അങ്ങനെ ചെയ്തു തരണം, ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. നമ്മൾ ചോദിക്കുമ്പോൾ ശരിക്കും തറപ്പിച്ച് തന്നെ ചോദിക്കണം. അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കരുത്. മറിച്ച് അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണമേ, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്നൊരു മര്യാദയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മര്യാദയാണ് എന്ത്, നമ്മൾക്ക് കുടുങ്ങിപ്പോകുന്ന സന്ദർഭങ്ങളിൽ ഉത്തരം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരു പ്രയാസവും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം പ്രാർത്ഥന അധികരിപ്പിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, മുസീബത്തുകൾ വരുമ്പോൾ റബ്ബ് നമ്മളെ സഹായിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അത്തരം പ്രയാസങ്ങൾ ഇല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അധികരിപ്പിക്കണം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മര്യാദ, പ്രാർത്ഥിക്കുമ്പോൾ 3 തവണ ആവർത്തിക്കുക എന്നുള്ളത്. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അതേ കാര്യം തന്നെ 3 തവണ എന്ത് ചെയ്യുക? ആവർത്തിക്കുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട മര്യാദയാണ്. അതേപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കണം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഒരുപാട് ഹൈറുകൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളുണ്ട്. ചെറിയ വാക്കുകൾ ഉണ്ടാവും, കുറച്ച് വാക്കുകളെ ആ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാവുള്ളൂ. എന്നാൽ അതിൽ എല്ലാ ഹൈറും അടങ്ങിയിട്ടുണ്ടാവും. ആ ചെറിയ പ്രാർത്ഥനയിൽ ഒരുപാട് ഹൈർ, നമുക്ക് എണ്ണിപ്പറയാൻ സാധിക്കാത്തത്രയും ഹൈറുകൾ ആ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നുവെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വാരി വലിച്ച് പറയുന്നതിനേക്കാൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നത് ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയം അടങ്ങുന്ന പ്രാർത്ഥനകളാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠനത്തിൽ നമ്മൾ അത്തരം പ്രാർത്ഥനകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് മുഴുവൻ ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള പ്രാർത്ഥനകളായിരിക്കും. അത് ധാരാളമുണ്ട്, ആയത്തുകളിലും സ്വഹീഹായ ഹദീസുകളിലും അത്തരം പ്രാർത്ഥനകൾ ധാരാളം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾക്ക് അങ്ങനെയാണ്. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. വാക്കുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ചെറിയ 1-2 വരി അല്ലെങ്കിൽ 3 വരിയൊക്കെ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ നമ്മളത് വിശദീകരിച്ച് അതിൽ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും, അതിൽ എല്ലാ ഹൈറും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ ഹൈറുകളും അതിൽ അടങ്ങിയിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം പ്രാർത്ഥനകളാണ് നമ്മൾ പതിവാക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. നിസ്കാരത്തിൽ സുജൂദ്, നിസ്കാരത്തിൽ സലാം വീട്ടുന്ന തൊട്ടു മുമ്പ്, അതുപോലെ രാത്രിയുടെ അവസാനത്തെ 1/3, ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക? ദുആ അധികരിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മര്യാദകൾ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഉപകരിക്കുന്ന ഓരോരോ പ്രാർത്ഥനകളായി, അല്ലെങ്കിൽ നമ്മുടെ സമയം പോലെ, ചിലപ്പോൾ ഒരു പ്രാർത്ഥന തന്നെ അരമണിക്കൂർ എടുക്കും, ചിലപ്പോൾ ഒന്ന് തന്നെ മുഴുവൻ ആവൂല, ചിലത് ഒന്നിൽ കൂടുതൽ എടുക്കാൻ സാധിക്കും ചില സമയങ്ങളിൽ. ഓരോ സമയം പോലെ, സൗകര്യം പോലെ ഇൻഷാ അല്ലാഹ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ നമുക്ക് പഠിക്കാം, ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അവനോട് എപ്പോഴും അവനെ മാത്രം ദുആ ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളും അവനോട് പ്രാർത്ഥിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ, അവന്റെ അടിമകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
അതിന് ഇത്തരം പഠന സംരംഭങ്ങൾ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.